അഡ്വക്കേറ്റ് ടി ബി മിനി, ഇവിടെ ഇപ്പം 30-ാം തീയതി ഈ കേസ് വീണ്ടും പരിഗണനയ്ക്ക് വെച്ചിരിക്കുകയാണല്ലോ. നിങ്ങൾ കരുതുന്നുണ്ടോ ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ IG റാങ്കിൽ ഒരു ഉദ്യോഗസ്ഥൻ്റെ അന്വേഷണം അപ്പോൾ അംഗീകരിക്കുമെന്ന്? കാരണം ഇതിലിപ്പോൾ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ ഭാഗം ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ല. ഇപ്പോൾ മഹേഷിൻ്റെ കാര്യത്തിൽ മഹേഷ് പറഞ്ഞതായി അറിയുന്നത് അന്നത്തെ ആ ജഡ്ജിയുടെ നിർദ്ദേശപ്രകാരം ഇതെല്ലാം ചെയ്തു എന്നാണ്. ആ ജഡ്ജി ഇപ്പോൾ ഹൈക്കോടതി ജഡ്ജിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗമൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ജുഡീഷ്യൽ ഓഫീസർമാർ, ഉദ്യോഗസ്ഥർ, ഇവർ മാത്രം ഉൾപ്പെട്ട ഒരു കാര്യമാണിത്. അതുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ നിങ്ങളുടെ ഇത്തരം ഒരു ആവശ്യം അംഗീകരിക്കുമെന്ന് കരുതുന്നുണ്ടോ? കൂടാതെ ഈ രാഹുലിൻ്റെയൊക്കെ ഏറ്റവും ശക്തമായ 2 വാദങ്ങൾ കൂടെയുള്ള മറുപടി: ഒന്ന്, ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, പിന്നെ എന്തിനാണ് ഉത്കണ്ഠ; 2, ഇത് മദർ കേസ് അല്ലല്ലോ, അപ്പോൾ അതിൻ്റെ വിചാരണ അതിവേഗം പൂർത്തിയാകട്ടെ, ഇതെന്തിനൊരു തടസ്സമായി കൊണ്ടുവന്ന് ഈ ജഡ്ജിയെ അപകീർത്തിപ്പെടുത്തുന്നു? വേഗം അതിനുള്ള മറുപടി മിനി. ഒന്ന്, ആദ്യം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ആ കേസ് കൊടുത്തിരിക്കുന്ന വക്കീലാണ്. അത് കോടതി തീരുമാനിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ അതിലൊരു അഭിപ്രായം പറയുന്നതിൽ ഒരർത്ഥമില്ല. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ടെന്ന് സയൻറ്റിഫിക് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ഹാഷ് വാല്യൂ മാറി എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഇത്തരം ഒരു റിപ്പോർട്ട് തന്നെ വരേണ്ടി വന്നത്. എന്ത് സയന്റിഫിക് എവിഡൻസ്? 3 പ്രാവശ്യമായി ഹാഷ് വാല്യൂ മാറി എന്നുള്ള കാര്യം ഫോറൻസിക് റിപ്പോർട്ടാണല്ലോ അതിലുള്ളത്. ഹാഷ് വാല്യൂ മാറിയതായി, ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയതായി റിപ്പോർട്ടിലില്ല. അതല്ല ചോദിച്ചത്. ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണ 8 വീഡിയോസിന്റെ മാറിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട്. എന്ന് വെച്ചാൽ ടാമ്പർ ചെയ്യപ്പെട്ടിട്ടില്ല, പകർത്തുകയോ കൈമാറ്റം ചെയ്യുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് വേണുവിനും ഈ പറഞ്ഞ ഉന്നയിച്ച രാഹുൽ ഈശ്വരനുള്ള പ്രശ്നം. അതായത് നമ്മളുടെ ഇന്നത്തെ ഒരു സാങ്കേതിക ഡെവലപ്മെന്റ് അനുസരിച്ച് നിങ്ങൾ ഈ മെമ്മറി കാർഡ് ഏതെങ്കിലും ഒരു ഉപകരണത്തിലിട്ട് കോപ്പി ചെയ്താൽ ഹാഷ് വാല്യൂ മാറണം എന്നില്ല. പക്ഷെ മിനി, ഇതിനകത്ത് ഒരു സെക്കൻഡ്, അല്ല അങ്ങ് വ്യക്തത വരുത്തും, അത് നല്ലതാണല്ലോ. ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ട് ടാമ്പർ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങ് പറയുന്നത് ടാമ്പർ ചെയ്തിട്ടില്ല എങ്കിലും പകർത്താൻ കഴിയും, ഹാഷ് വാല്യൂ, ദൃശ്യത്തിന്റെ ഹാഷ് വാല്യൂ മാറാതെ തന്നെ പകർത്താൻ കഴിയുമെന്നാണോ? അല്ല, ഈ വേണു ഈ കേസിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് ഇച്ചിരി വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾക്ക് ഇത് ഒരു ഒറ്റ ഷൂട്ടിൽ പോകാൻ പറ്റുന്ന സാധനമല്ല. അതായത് ഒരു മെമ്മറി കാർഡാണ് ഒരു കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് വന്നത്. ഈ മെമ്മറി കാർഡ് കോടതിയുടെ ചെസ്റ്റിൻ്റെ ഉള്ളിൽ, ചെസ്റ്റ് എന്നൊക്കെ പറഞ്ഞത് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാവില്ലേ, ആ ചെസ്റ്റിൽ ഇരുന്നതാണ്. അത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. അത് പരിശോധിക്കാൻ വേണ്ടി ഈ ജുഡീഷ്യൽ ഓഫീസേഴ്സിനും ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്കും പരിശോധിക്കാൻ വേണ്ടി 2 പെൻഡ്രൈവ് നൽകിയിരുന്നു. ഈ മെമ്മറി കാർഡ് നിങ്ങൾ എല്ലാ കാലത്തും, അത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായതുകൊണ്ട് തന്നെ എവിഡൻസിൽ മാർക്ക് ചെയ്യാൻ മാത്രമാണ് അത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിച്ച് മാർക്ക് ചെയ്തു. മാർക്ക് ചെയ്യുമ്പോൾ ഈ മെമ്മറി കാർഡ്, ഏത് മെമ്മറി കാർഡാണ് മാർക്ക് ചെയ്തത്? ഇന്ന ഹാഷ് വാല്യൂ ഉള്ള ഇന്ന മെമ്മറി കാർഡാണ് മാർക്ക് ചെയ്തത്. ആ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാർക്ക് ചെയ്തതല്ല. മനസ്സിലായോ നിങ്ങൾക്ക്? യഥാർത്ഥത്തിൽ അതിന്റെ ഹാഷ് വാല്യൂ മാറിയിരിക്കുന്നു. ഞാൻ പക്ഷെ മാർക്ക് ചെയ്തിരിക്കുന്നത് വേറെ ഹാഷ് വാല്യൂ ഉള്ള ഒരു മെമ്മറി കാർഡാണ്. അപ്പൊ കേസ് പോയാ അത് ആർക്കും അറിയണില്ല. പകരം ഇത് CFSLലേക്ക് അയച്ച് അവിടെ നിന്ന് ഒരു റിപ്പോർട്ട് വന്നാൽ അത് പ്രതിയുടെ കൈവശം മാത്രമേ ഉള്ളൂ, വേറെ ആരോടും കാണിക്കാൻ പാടില്ല. പ്രതിയുടെ ഡിഫൻസ് വരുന്ന സമയത്ത് ഇത് കാണിക്കുന്നു, ഇതേ മെമ്മറി കാർഡ്, ഈ മാർക്ക് ചെയ്തേക്കണ മെമ്മറി കാർഡ് ആ ഹാഷ് വാല്യൂ ഉള്ളതല്ല. അപ്പൊ അതുകൊണ്ട് കേസ് കോൺട്രഡിക്ഷൻ ആയി. തീർന്ന പിന്നെ കേസ് എങ്ങനെ മുന്നോട്ട് പോകും? അതിനു വേണ്ടി ഈ ടാമ്പർ ചെയ്യുക എന്ന് പറയുന്നത്, ഹാഷ് വാല്യൂ മാറ്റാൻ വേണ്ടി നിങ്ങളൊരു ഡോക്യുമെന്റ് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇത് ഒരു കാരണവശാലും വർക്ക് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഉപകരണങ്ങളിൽ ഇട്ട് പരീക്ഷിച്ചു നോക്കുമ്പോഴും ഹാഷ് വാല്യൂ മാറാം. അപ്പൊ അത് ഹാഷ് വാല്യൂ മാറിയത് ടാമ്പറിംഗ് ആണോ കോപ്പിയിങ് ആണോ, ഇതൊക്കെ എങ്ങനെ മനസ്സിലാവും? ഇത് അന്വേഷണം നടത്തണ്ടേ? ഇവരെന്തിനാണ് തടസ്സം നിൽക്കുന്ന അന്വേഷണത്തിന്? ഇത് വെറും ഒരു ഫാക്ട് ഫൈൻഡിങ് എൻക്വയറി പോരാ, ഇത് ഇൻവെസ്റ്റിഗേഷൻ നടക്കണം. എനിക്കൊരു വ്യക്തത വരാൻ വേണ്ടി ചോദിക്കുകയാണ് ടി ബി മിനി. അല്ല, ഇപ്പോഴത്തെ ജഡ്ജി ഈ ഫാക്ട് ഫൈൻഡിങ്ങിൽ സയന്റിഫിക് ആയിട്ടുള്ള ഒരു സംവിധാനങ്ങളുടെയും
സഹായം തേടിയിട്ടില്ല എന്ന് സമ്മതിച്ചു. എൻ്റെ ചോദ്യം അതല്ല, ഫോറൻസിക് റിപ്പോർട്ട് ഉണ്ടല്ലോ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് പറയുന്നത്. അതിൽ വരുത്തിയിരിക്കുന്ന കൃത്രിമം ആര് നടത്തിയെന്നാണ്, എങ്ങനെ നടത്തിയെന്നാണ്? ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്നല്ല, അതാണ് വേണു. ഇതിന്റെ ഹാഷ് വാല്യൂ, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. അതേസമയം ഈ വീഡിയോസിന്റെ 8 വീഡിയോസിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. മനസ്സിലായ? ഒരു വരി കൂടി ആഡ് ചെയ്തോട്ടെ. ശരി, ഒരു സെക്കൻഡ് മിനി രാഹുൽ. അല്ല, പക്ഷേ അല്ലല്ല, മിനി പറഞ്ഞ കാര്യം യോജിക്കാന്ന് വെച്ചാൽ മിനി ആത്യന്തികമായി പറയുന്നത് അത് ടാമ്പർ ചെയ്തിരിക്കുന്നു എന്നാണ് പറഞ്ഞ കാര്യം മാത്രം. അതായത് മിനി മാഡം പറഞ്ഞ കാര്യം ഹാഷ് വാല്യൂ മാറിയോ ഇല്ലെന്ന് ചോദ്യം കുറെ കൂടെ സ്പെസിഫിക് ആകണം. ഒന്ന്, മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയോ? മാറി. പക്ഷേ ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയോ? മാറിയില്ല. ഇതാണ് അതിന്റെ കറക്റ്റ് വസ്തുത. രണ്ട്, അതിന്റെ വാദം, ഇനിയും അത് ഫാക്ട് ആണ്, അതിന്റെ വാദം, എന്റെ അടക്കമുള്ള വാദം, മെമ്മറി കാർഡിന്റെ ഒരു അതിന്റെ പേര് മാറ്റിയാലോ അതിലൊരു എന്റെ രാഹുൽ എന്ന് പറയുന്നത് രാഹുൽ 1 ആക്കിയാൽ പോലും മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറും. പക്ഷേ നേരത്തെ ശ്രീ വേണു ശരിയായി ചൂണ്ടിക്കാണിച്ചതുപോലെ, വളരെ നന്നായി ചൂണ്ടിക്കാണിച്ചതുപോലെ, ഒരു മാധ്യമപ്രവർത്തനം ചെയ്യാറില്ല. അതായത് ഫയലുകളുടെ സാങ്ക്ടിറ്റിയോ ഫയലുകളുടെ ഹാഷ് വാല്യൂയോ മാറിയിട്ടില്ല. രണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ച് ആശങ്കകൾ ഉണ്ടാകാം. ആ ആശങ്കകൾ പരിഹരിക്കേണ്ടെന്ന് ആർക്കും ഇതില്ല. കോടതിക്ക് ബെറ്റർ ഡിജിറ്റൽ ഡോക്യുമെന്റേഷൻ പ്രൊസീജിയർ വേണം, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ കേസ് മദർ കേസുമായിട്ട് ബെയറിംഗ് ഇല്ല. രണ്ട്, ഫയലുകളുടെ അല്ലല്ല, ദൃശ്യങ്ങളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല എന്ന് തന്നെയല്ലേ രാഹുലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? മാറിയിട്ടില്ല, എന്ത് ചെയ്യാൻ പറ്റും? മിനി അതിനൊരു മറുപടി. അതെ, ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. അതെ, അത് 8 വീഡിയോസിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല. പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചത്? ടാമ്പറിംഗ് അറിയാമോ? നമ്മുടെ ഈ മെമ്മറി കാർഡിന്റെ, അതായത് ഇത് മാർക്ക് ചെയ്യണത് ഈ മെമ്മറി കാർഡാണ് അല്ലെ, ഇന്ന ഹാഷ് വാല്യൂ ഉള്ള ഇന്ന മെമ്മറി കാർഡാണ്. ആ മെമ്മറി കാർഡ് ഹാഷ് വാല്യൂ ഉള്ളത് മാർക്ക് ചെയ്തതിന്റെ ഹാഷ് വാല്യൂ മാറി എന്ന് പറയുന്നത് സപ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ അത് മാർക്ക് ചെയ്യപ്പെടുകയാണ്, അത് നമുക്കറിയാതെ. മനസ്സിലായ? അങ്ങനെ മാർക്ക് ചെയ്തതല്ല യഥാർത്ഥത്തിൽ മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ള ഈ മെമ്മറി കാർഡ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ കോൺട്രഡിക്ഷൻ ക്ലിയർ ആയി പ്രതിക്ക് അനുകൂലമാണ്. ഇതാണ് വീഡിയോന്റെ ഹാഷ് വാല്യൂ മാറിയതല്ല. രാഹുൽ വേണം ഒറ്റ വരി മാത്രം, സജി സാറിനോട് ക്ഷമ ചോദിക്കുന്നു, ഒറ്റ വരി മാത്രം. അതായത് കൗസർ എടപ്പൻ സാറിന്റെ കോടതിയിലേക്ക് മിനി മാഡം തന്നെ ഇടപെട്ട് അതിനൊരു പ്രതിവിധി കണ്ടുപിടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് വേറൊരു രീതിയിലും ഇത് ദുരുപയോഗപ്രദാനം ചെയ്യാതിരിക്കാൻ മിറർ കോപ്പി അടക്കം മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആർക്കും ഇതിൽ ആശങ്ക വേണ്ട. നമുക്ക് ഈ വാദങ്ങളിൽ വിയോജിക്കാം, പക്ഷെ ഫാക്ടുകളിൽ വിയോജിക്കാൻ കഴിയില്ല. വസ്തുതകളിൽ നമുക്ക് വിയോജിക്കാൻ കഴിയില്ല, വ്യാഖ്യാനങ്ങളിൽ വിയോജിക്കാം. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, ഇല്ലെങ്കിൽ മിനി മാഡം തിരുത്താം, മിനി മാഡം അടക്കമുള്ളവർ വളരെ ബുദ്ധിപൂർവ്വമായി തന്നെ ഇടപെട്ട് ഇത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ഓൾറെഡി ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഫയലുകളുടെ ഹാഷ് വാല്യൂ മാറിയിട്ടില്ല, എന്നാൽ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ട് കോടതിയുടെ വിശ്വാസ്യത തകർന്നു എന്ന് സാധാരണക്കാരനൊരു പ്രതിധ്വനി കൊടുക്കുന്ന രീതിയിൽ സാധാരണക്കാർ പെരുമാറരുത്. അത് തമ്പി സാർ ചെയ്യില്ല, അത് അഡ്വക്കേറ്റ് ആണ്, മിനി മാഡം ചെയ്യില്ല, വളരെ പ്രമുഖരാണ്. പക്ഷേ രാഹുൽ, ഇത് കണ്ട ഒരാൾ അദ്ദേഹത്തിന്റെ ഫോൺ നശിപ്പിക്കുന്നു, മറ്റൊരാൾ ഫോൺ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നു, അതെന്തിന്? തീർച്ചയായിട്ടും മെയ് 20 വരുമ്പോൾ കോടതി അതിന്റെ എന്താ നടപടി എന്ന് പറഞ്ഞാൽ എടുക്കട്ടെ. അല്ല, അങ്ങനെയല്ലല്ലോ വേണ്ടത്. നമുക്കൊരു കാര്യത്തിൽ അങ്ങേക്ക് സംശയം ഇല്ലാത്തതുപോലെ അതിൽ പങ്കാളികളായവർ അതിന്റെ തെളിവ് നശിപ്പിക്കുന്നുവെങ്കിൽ അതിൽ അങ്ങ് ഒരു സംശയവും കാണുന്നില്ല, അത് കോടതി പരിശോധിക്കട്ടെ എന്നാണ് പറയുന്നത്. ഭയങ്കര ലോഡഡ് വേർഡ്സ് ആണ് ശ്രീ വേണു. തെളിവ് നശിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ലോഡഡ് ആയ ഒരു വാക്കാണ്. അതിലൊക്കെ ഒരുപാട് തെളിവെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ആ ഫോൺ നശിപ്പിച്ചു എന്ന് അവർ പറയല്ലേ. മഹേഷ് പറയുന്നു ഫോൺ നശിപ്പിച്ചു, അല്ല താജുദ്ദീൻ പറയുന്നു ഫോൺ നഷ്ടപ്പെട്ടു. അതിലെന്താണ് വാല്യൂ ലോഡഡ് ആയിട്ടുള്ള എന്ത് വാക്കാണ്? തെളിവ് നശിപ്പിക്കുക തെളിവ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ആ ഫോണാണ് സാർ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ പറഞ്ഞ ആ വാക്കിൽ പിടിക്കുന്ന ആ സൂക്ഷ്മതയുള്ള അങ്ങയുടെ ബുദ്ധിയോടുള്ള എന്റെ ചോദ്യം, ഒരു ഭാഗത്ത് അങ്ങ് പറയുകയാണ്, ഇതിന്റെ ഹാഷ് വാല്യൂ ഒന്നും മാറിയിട്ടില്ല, അത് കണ്ട ആളുകൾ അവരുടെ ഫോണുകൾ നശിപ്പിക്കുന്നു. ആ കാര്യം ചോദിക്കുമ്പോൾ അങ്ങ് പറയുകയാണ് അത് കോടതി ഇനി പരിശോധിക്കട്ടെ എന്ന്. അതെന്താണ് സംഭവിച്ചത്? ഇപ്പൊ എന്റെ വേണുവിന്റെ കഴിഞ്ഞ വർഷത്തെ ഫോൺ എവിടെ ഇരിക്കുന്നു എന്ന് ചോദിച്ചാൽ വേണുവിന് അറിയാമോ? എനിക്കറിയില്ല. ശ്രീ വേണുജിയുടെ 2 വർഷം മുമ്പത്തെ ഫോൺ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ എന്റെ ഫോൺ എവിടെയാണെന്ന് എനിക്കറിയില്ല. അത് കാരണം ഞാൻ തെളിവ് നശിപ്പിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥം. ശരി.